ഗാസ അതിർത്തിയിലേക്ക് ഇസ്രായേലിൻ്റെ വമ്പൻ പടയൊരുക്കം. ഈജിപ്റ്റ് ഗാസ അതിർത്തിയിലേക്ക് തങ്ങളുടെ പീരങ്കിപ്പടയെ വിന്യസിച്ചതിന് പിന്നാലെയാണ് ഗാസ അതിർത്തിയിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത്. എയർഫോഴ്സിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അടിയന്തരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള നിർദ്ദേശം നൽകിയതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈജിപ്തുമായി ഒരു തുറന്ന യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നുവെന്നുള്ള വാർത്തകളാണിപ്പോൾ ഈ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. ഈജിപ്റ്റ് ഉയർത്തുന്ന വെല്ലുവിളി അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഗാസയിലെ ഈജിപ്തിൻ്റെ ഇടപെടലുകൾക്ക് പിന്നാലെ അതിർത്തിയിൽ വലിയ സൈനിക വിന്യാസം ഇസ്രായേൽ നടത്തുന്നു. ഫൈറ്റർ ജെറ്റുകളുടെ പൈലറ്റുമാരോട് അടിയന്തരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. ഏതു സാഹചര്യത്തിലും തയ്യാറെടുത്തുകൊള്ളാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ ഭരണകൂടം, ഇസ്രായേൽ സൈനിക നേതൃത്വം ഇപ്പോൾ സൈനികർക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം ഒരു തുറന്ന യുദ്ധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്കയുടെ നയതന്ത്രജ്ഞർ ഇടപെടലുകൾ ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈജിപ്തിൻ്റെ ഇരട്ട മുഖമാണ് വെളിപ്പെട്ടത് എന്ന ഇസ്രായേലിൻ്റെ പരാമർശമാണ് വിഷയത്തെ കൂടുതൽ ഗൗരവമാക്കിയത്. ഈജിപ്റ്റ് ഗാസയിലെ വിഷയത്തിൽ ഇരട്ടക്കളി നടത്തിയിരിക്കുന്നു. ഈജിപ്റ്റ് വേട്ടക്കാരനൊപ്പവും ഇരയ്ക്കൊപ്പവും നിൽക്കുന്നു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉയർത്തുന്നത്. നേരത്തെ ഹമാസിൻ്റെ ഒക്ടോബർ മാസം 7 ഇസ്രായേൽ ആക്രമണത്തിൽ ഈജിപ്തിന് പങ്കുണ്ട് എന്നുള്ള സൂചനകൾ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇസ്രായേലിൻ്റെ ചാരസംഘടനയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഭരണ നേതൃത്വം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. അതിന് പിന്നാലെ സിനായ് പ്രദേശത്തേക്ക്, ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഈജിപ്തിൻ്റെ പ്രദേശമായ സിനായ് പ്രദേശത്തേക്ക് വൻതോതിലുള്ള കവചിത ടാങ്കുകളും സൈനികരെയും ഈജിപ്റ്റ് വിന്യസിച്ചിരുന്നു. ഇത് ദിവസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ സൈനിക വിന്യാസമായിരുന്നു. ഇത് കൃത്യമായി തന്നെ സാറ്റലൈറ്റ് മാപ്പിങ്ങിലൂടെ ഇസ്രായേൽ സേന കണ്ടെത്തുകയും ഇതിൽ ശക്തമായ മുന്നറിയിപ്പ് ഈജിപ്തിന് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ച് ഈജിപ്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈന്യത്തിന് അതിശക്തമായ നിർദ്ദേശം ഇസ്രായേലി ഭരണകൂടം നൽകിയിരിക്കുന്നത്. വ്യോമസേനയ്ക്ക് എന്തിനും തയ്യാറെടുക്കാനുള്ള ഏത് തരത്തിലുള്ളൊരു സാഹചര്യവും നേരിടാൻ തയ്യാറെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. നേരത്തെ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ സമയത്ത് സ്വീകരിച്ച അതേ തന്ത്രങ്ങൾ, ഇറാനിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിന് മുൻപ് സ്വീകരിച്ച അതേ തന്ത്രങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ഇതൊക്കെ നോക്കിക്കാണുമ്പോഴാണ് അധികം വൈകാതെ ഈജിപ്തിന് നേരെ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണോ എന്നുള്ള സംശയങ്ങൾ വരുന്നത്. അതേസമയം ഈജിപ്തിൻ്റെ പ്രകോപനത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അമേരിക്കയെ നോക്കിക്കാണുന്നത്. ഈജിപ്തിൻ്റെ ഇടപെടലാണ് ഇപ്പോൾ പ്രദേശത്ത് കൂടുതൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഗാസയിലെ അമേരിക്കയുടെ ഇടപെടലിനെ അതിശക്തമായി എതിർക്കുകയാണ്, പരസ്യമായി എതിർക്കുകയാണ് ഈജിപ്റ്റ്. ഗാസവാസികളായിട്ടുള്ള പാലസ്തീനികളെ കുറേ പേരെങ്കിലും സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശം നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഈജിപ്തിന് മുന്നിൽ വച്ചിരുന്നു. എന്നാൽ ഗാസവാസികളായിട്ടുള്ള പാലസ്തീനികളെ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, ഗാസയിലെ അമേരിക്കയുടെ ഒരു പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും ഗാസയിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ ഇസ്രായേലുമായി തുറന്ന യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്നുമാണ് ഈജിപ്റ്റ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇതാണ് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയത്. ഈജിപ്റ്റ് പ്രസിഡന്റിന്റെ വെല്ലുവിളിക്ക് പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ ചർച്ചകൾ നടന്നു എന്നുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണയാണ് അമേരിക്ക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഗാസയിലെ അമേരിക്കയുടെ പദ്ധതി, അതായത് ഗാസ ഏറ്റെടുക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഗാസയിലെ പാലസ്തീനികളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് കാലങ്ങളായുള്ള ഇസ്രായേലിൻ്റെ ആവശ്യമാണ്, ഇസ്രായേൽ ഉന്നയിക്കുന്ന കാര്യമാണ്. അത് എളുപ്പത്തിൽ സാധ്യമാകാനുള്ള ഒരു വഴിയാണ് അമേരിക്കയിലൂടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിനെ പരമാവധി വേഗത്തിൽ നടപ്പാക്കുക എന്നൊരു തന്ത്രം തന്നെയായിരിക്കും ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഇസ്രായേൽ നൽകുന്നു. ഇതിനിടയിലാണ് ഈ പദ്ധതിക്ക് ഇടങ്കോലിട്ടുകൊണ്ട് ഈജിപ്റ്റ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈജിപ്റ്റ് അവരുടെ അതിർത്തി പ്രദേശമായ സിനായിൽ വലിയ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു. സൈനിക ബേസ് ക്യാമ്പുകൾ പുതുതായി നിർമ്മിക്കുന്നു. ഇത് കഴിഞ്ഞ 45 വർഷങ്ങളായുള്ള ഇസ്രായേലിനും പാലസ്തീനും ഇടയിലുള്ള
സമാധാന ഉടമ്പടി കരാറിന് ലംഘനമാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അറിയിക്കാനും അത് വെളിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി അമേരിക്കയും നോക്കിക്കാണുകയാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പുതിയൊരു യുദ്ധമുഖം ഉരുണ്ടുകൂടിയിരിക്കുന്നു. മറ്റൊരു യുദ്ധമുഖം തുറക്കുമോ എന്നുള്ള ആശങ്കയിലാണ് കാലങ്ങളായി സമാധാനത്തിൽ കഴിയുന്ന ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈജിപ്തിൻ്റെ നേരെ ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും IDF ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈജിപ്തിനും ഇസ്രായേലിനും ഇടയിൽ പുതിയ യുദ്ധമുഖം തുറക്കാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഭയാശങ്കയിൽ തന്നെയാണ് മിഡിൽ ഈസ്റ്റ്. കാരണം ഓരോ ഘട്ടങ്ങളിലും ഓരോരോ പുതിയ യുദ്ധങ്ങൾ. ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം നടത്തി, ലെബനനെതിരെ നടത്തി, അതുപോലെ യമനെതിരെ നടത്തി, ഇറാനെതിരെ ഏത് നിമിഷവും ഒരു ആക്രമണത്തിനുള്ള സാഹചര്യമുണ്ട്. ഇറാൻ്റെ ആണവ പ്ലാന്റുകൾ, ന്യൂക്ലിയർ പ്ലാന്റുകളിലേക്ക് ഈ വർഷം പകുതിയോടുകൂടി ഇസ്രായേൽ ആക്രമണം നടത്തുമെന്നുള്ള തരത്തിലുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് ഇറാൻ പ്രതിരോധിക്കാൻ വേണ്ടി വൻതോതിലുള്ള ആയുധം ഇറാൻ ശേഖരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആണവായുധ പരീക്ഷണം തന്നെ ഇറാൻ നടത്തുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ ഇതാ അതിനെല്ലാം മുകളിലായി ഈജിപ്തുമായി ഒരു യുദ്ധത്തിന് ഇസ്രായേലിൻ്റെ തയ്യാറെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ അതിർത്തികളിലേക്ക്, ഗാസ അതിർത്തിയിലേക്ക് കൂടുതൽ സൈനിക വിന്യാസം ഇസ്രായേൽ നടത്തുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.